ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ 1 കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ നല്ല അടിപൊളി ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പച്ചമല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ചേർത്തിട്ട് ഒന്നായിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ബീഫുമായിട്ട് നന്നായിട്ട് ചേർത്ത് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് ഞാൻ അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കാണ്. ഒരു 6-7 വിസിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ബീഫ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്താലാണ് നമുക്ക് ബീഫ് കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒരു തിന്നുമ്പോൾ ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പം അതിനായിട്ട് നന്നായിട്ട് വിസിലിടാതിരിക്കണം. അപ്പം നമ്മൾ ബീഫ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബീഫിനെ വേറൊരു പാനിലോട്ട് മാറ്റണം. ബീഫിനെ നമ്മൾ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് അതിനെ സ്റ്റോക്കോട് കൂടി തന്നെ നമ്മൾ പാനിലോട്ട് മാറ്റിയെടുക്കാം. അതിലോട്ട് ഒരു വലിയ സവാള സ്ലൈസാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ സവാളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിടക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിലോട്ട് 1 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം, എങ്കിലേ നല്ല രുചി ഉണ്ടാവുള്ളൂ.